എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിവിയുടെ പ്ലേ എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അൺബോക്സിംഗും റിവ്യൂ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. 799 രൂപ ഓഫർ റേറ്റിൽ ലഭ്യമാകുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും മുന്നിലായിട്ട് മിവി എന്ന ലോഗോയും അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ ഫോട്ടോയും പ്ലേ എന്ന് ആ ഒരു ലോഗോ ചെയ്തിട്ടുണ്ട്. വലത് സൈഡിൽ നോക്കുകയാണെങ്കിൽ പുഷ് ദ ലിമിറ്റ്സ് എന്നും ഇടത് സൈഡിൽ എഞ്ചിനീയർഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ നോക്കുകയാണെങ്കിൽ 2021 മെയ്യും അതുപോലെ തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1999 രൂപയാണെന്നുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫ്ലാഷിലൊക്കെ കണ്ടതുപോലെ തന്നെ, ആ ഒരു കോളർ ഫ്ലാഷിലൊക്കെ കണ്ടതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. അതല്ലാണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു സ്പീക്കർ അല്ലാണ്ട് നമുക്ക് ലഭ്യമാകുന്നത് ഒരു ഓക്സ് കേബിളും കൂടാതെ ഒരു മൈക്രോ USB മിനി കേബിളും ആണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഈ ഒരു മിവി പ്ലേ എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ. വളരെ ലൈറ്റ് വെയ്റ്റും ഒരു കോമ്പാക്ട് സൈസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ടോട്ടലി അത് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും അടിയിൽ ഒരു റബ്ബർ മെഷ് ടൈപ്പ് ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രിപ്പിന് വേണ്ടി. എന്നാൽ ഭയങ്കര ഒരു ഗ്രിപ്പൊന്നും നമുക്കിതിൽ കിട്ടത്തില്ല എങ്കിൽ പോലും അത്യാവശ്യം ഗ്രിപ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ലഭ്യമാകും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ടാഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒന്നെന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ കയ്യിലൊക്കെ ഇട്ട് കറക്കിക്കൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് പോകാം. അതല്ല എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ തൂക്കിയിട്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ടാഗിൻ്റെ ഒരു ഉപയോഗം. പൊതുവേ നമ്മുടെ പോർട്ടബിൾ സ്പീക്കറിലൊക്കെ തന്നെ ഈ ഒരു ടാഗ് ഉണ്ടാവും. എൻ്റെ ആ ഒരു ഫ്ലിപ്പ് 3യിലും ആ ഒരു ടാഗ് ഉണ്ടെന്നുള്ളതാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ കറക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഈ പ്രോഡക്റ്റ് ഇങ്ങനെ നമുക്ക് ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടൊക്കെ നമുക്ക് നടന്നൊക്കെ പോകാൻ സാധിക്കും. ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, ഓറഞ്ച്, ടർക്കോയിസ് എന്നിങ്ങനെ 6 കളേഴ്സിലാണ് നമുക്കത് ലഭ്യമാകുന്നത്. ഏതായാലും ഒരു ഡ്യുവൽ ടോൺ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിത് വൈറ്റ് ചൂസ് ചെയ്തെങ്കിലും മിവി എന്ന് എഴുതിയിരിക്കുന്ന ലോഗോയും അതുപോലെ തന്നെ ഈ ഒരു കേബിളും സ്പീക്കർ ഗ്രിൽ എന്നൊക്കെ പറയുന്നത് ഒരു ഓറഞ്ച് കളറിലുള്ള സംഭവം വെച്ചിട്ടാണ്. ഒരു ഡ്യുവൽ ടോൺ, നല്ല രസമുണ്ട്. എന്നാലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു അവർ പറയുന്ന മെയിൻ കളറാണെന്നുള്ളതാണ്. ഇനി ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് മിവി എന്ന് അവരുടെ ലോഗോ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും അതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു മൈക്ക് കാണാൻ സാധിക്കും. അതിൻ്റെയും തൊട്ട് സൈഡിലായിട്ട് പ്ലസ് ഓർ മൈനസ് ബട്ടണും കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു ഡോറുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 3.5mm ജാക്കും അതുപോലെ തന്നെ മൈക്രോ USB പോർട്ടും. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു പവർ ഓൺ ഓഫ് ബട്ടണും കൂടാതെ ഒരു പ്ലേ ബട്ടണും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ ലഭ്യമാകുന്നത്. ഒരു 2 മണിക്കൂറിനകത്ത് 100% ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ചെയ്ത് എത്തിക്കാമെന്നുള്ളതാണ്. കൂടാതെ 12 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. എന്നാൽ 50% മാത്രം നമ്മൾ സൗണ്ടിൽ ഇട്ടാൽ മാത്രമേ ഈ ഒരു 12 മണിക്കൂർ ലഭ്യമാകൂ എന്നുള്ളതാണ്. 100%-ിലൊക്കെ നമ്മൾ പാട്ടിട്ടാൽ മേ ബി ആ ഒരു 6 മണിക്കൂറേ കിട്ടാൻ ചാൻസസ് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0യും ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ ഒരു IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പാട്ടും കേട്ടുകൊണ്ട് മഴ നനയണമെങ്കിൽ ഇതും കൊണ്ടങ്ങ് പോവാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ട് കേടാവാൻ ചാൻസസ് ഇല്ല. 1 വർഷം നമുക്ക് വാറണ്ടിയും ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നു എന്നുള്ളതാണ്. ഇനി ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2 ഇഞ്ച് സൈസ് ഡ്രൈവേഴ്സാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. കൂടാതെ 5 watt ആണ് ആ ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഒരു 5 watt ആയതുകൊണ്ട് തന്നെ ഒരു റൂമിനകത്ത് അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടി കേൾക്കാൻ സാധിക്കും. എന്നാൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിന്നിട്ട് പാട്ട് കേൾക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ലൗഡ്നെസ് ഫീൽ ചെയ്യത്തില്ല, എന്നാലും നമുക്ക് കേൾക്കാം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പവർ ഓൺ ഓഫ് ബട്ടണിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പ്ലേ ബട്ടണിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റിലേക്കും പ്രീവിയസിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ആ ഒരു പറയാൻ പറ്റുന്ന ബേസിക് ബട്ടൺ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും ലഭ്യമാകുന്ന മ്യൂസിക് ക്വാളിറ്റി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ഇൻബിൽറ്റ് മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോളൊക്കെ വരുന്ന സമയത്ത് പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഒരു ഫീൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇൻ കേസ് ഒരു കോൾ വന്നാൽ പോലും നമുക്ക് ബ്ലൂടൂത്ത് സ്വിച്ച് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാമെന്നുള്ളതാണ്. ജസ്റ്റ് ഇപ്പോൾ അതിന്റെ ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിവി പ്ലേയിൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റി
ക്വാളിറ്റിയാണ്. എന്തായാലും എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുവാണ്. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എൻ്റെ വായിനടുത്ത് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്തുമാത്രം ആ ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. എന്തായാലും ഈ ഒരു പക്ക ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ആ ഒരു കോള് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൈക്കിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ വോക്കൽ നല്ല ഒരു ഫീലായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ ഒരു 100% നമുക്ക് ഇട്ടിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പതർച്ച എവിടേക്കോ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു 70 to 75 അല്ലെങ്കിൽ ഒരു 80-90% മാക്സിമം 90%. അതിൽ കൂടുതൽ നിങ്ങൾ പാട്ടിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. എന്നാൽ ആ ഒരു മാക്സിമം 90%-ലൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. കൂടുതൽ ബേസ് ബും ബും എന്നുള്ള രീതിക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും അത്യാവശ്യം ബേസൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ ടൈപ്പ് പാട്ടുകളും കേട്ട് നോക്കി. ഇപ്പോൾ ഇംഗ്ലീഷ് സോങ് ആയാലും അതല്ല നമ്മുടെ മലയാളം വോക്കൽസൊക്കെ ആണെങ്കിൽ പോലും തമിഴാണെങ്കിൽ പോലും എല്ലാം കേട്ട് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു മെലോഡിയസ് ആയിട്ടുള്ള വോക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പാട്ടുകളിൽ ഉള്ളൊരു ഔട്ട്പുട്ടാണ്. ആ ഒരു നമ്മുടെ റാപ്പൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു R&B ടൈപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഓക്കെയാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്. പ്രത്യേകിച്ച് ഞാനീയൊരു എന്താ പറയുക ഫ്ലിപ്പ് 3 ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു സാധനം വെച്ച് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എന്നാൽ പോലും അത് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഇതിന്ന് അങ്ങനെ ഒരു ഫീൽ കിട്ടിയപ്പോഴത്തേക്ക് എന്തോ എനിക്ക് അങ്ങോട്ടൊരു വലിയ സുഖം തോന്നിയില്ല. എന്നാൽ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് കേൾക്കാനായിട്ട് പെർഫെക്റ്റ് ആണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, നിങ്ങളൊരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേൾക്കാനായിട്ട് സൈലൻ്റ് ആയിട്ടുള്ളൊരു റൂമിനകത്ത് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു കുറച്ചിങ്ങനെ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഫീല് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് മിവി പ്ലേ അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ മിവി പ്ലേനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അത് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഉപയോഗപ്രദമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതിന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.